നമുക്ക് കുടജാത്രയിലോട്ടൊന്ന് പോയിട്ട് വരാമേ. ഞങ്ങൾ കുടജാത്രയിൽ പോകുന്ന വഴിയാണിത്. ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രൈവറ്റ് വണ്ടിയൊന്നും പോകത്തില്ല, ജീപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചെറിയ ഷെയ്ക്കായിട്ടുണ്ട്. വനത്തിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക്. കൊല്ലൂരിൽ നിന്ന് കുടജാത്രി വരെ 1.5 മണിക്കൂറോളം ജീപ്പിൽ യാത്രയുണ്ട്. നല്ല വനത്തിൻ്റെ നടുക്ക് കൂടെയാണ് പോകുന്നത്. കുറേ കഴിയുമ്പം ജനവാസ മേഖലകളിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്നാലും 90% വനത്തിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു 8 കിലോമീറ്ററും ഓഫ് റോഡാണ്. ഓഫ് റോഡ് നിറയെ ഇപ്പം പണ്ടത്തെ പോലൊന്നുമല്ല, കുറേ കൂടെയൊക്കെ റോഡൊക്കെ കുറച്ചുകൂടെയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. എങ്കിലും നടുവേദനയുള്ളവർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. മണ്ണ് റോഡുകളെല്ലാം നേരത്തെ പോലെ കുണ്ടും കുഴിയല്ല, എല്ലാം നല്ലതായിട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര പൊടിയും മണ്ണുമൊക്കെയാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം ഓഫ് റോഡ് ഒരു 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഭയങ്കര പൊടിയാണ്. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മാസ്കൊക്കെ ഉപയോഗിച്ച് വേണം പോകാനായിട്ട്. ജീപ്പൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര പൊടിയായിരിക്കും. ഇരുവശവും നല്ല കാടും കൊക്കയൊക്കെയാണ് ഒരു വശം. ഇടതുവശം താഴോട്ട് നല്ല അഗാധമായ കൊക്ക. ഇത് കണ്ടോ? പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ജീപ്പിലൊക്കെ പോകുമ്പോൾ. അല്ല, റോഡൊക്കെ ശരിയാക്കാനായിട്ട് കല്ലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് നിരപ്പാക്കാൻ വേണ്ടിയിട്ട്. നേരത്തേതിൽ ഒരുപാട് റോഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, കുണ്ടും കുഴിയൊക്കെ മാറ്റി നിരപ്പാക്കിയിട്ടുണ്ട്. മൂകാംബിക ദേവി ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്ത സ്ഥലമാണ് ഈ കുടജാത്രി എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മേലെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ജീപ്പിന് പോകുമ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് 500 രൂപയായിരുന്നു ഒരാൾക്ക്, പെർ ഹെഡ് 500 രൂപയായിരുന്നു. പിന്നെ നമുക്കൊരു 70 രൂപയുടെ പാസ്സുണ്ട്. കുറച്ച് ഈ ഓഫ് റോഡ് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയുണ്ട്, അവിടെ 70 രൂപയായിരുന്നു പാസ്. പിന്നെ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അഥവാ നമ്മളിപ്പം കുപ്പി കൊണ്ടുപോകണമെങ്കിൽ ഒരു കുപ്പിക്ക് 50 രൂപ 25 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് ആ പൈസ നമ്മളവിടെ കൊടുക്കണം. തിരിച്ച് നമ്മൾ വന്ന് കുപ്പി കാണിക്കുമ്പോൾ നമുക്ക് ആ പൈസ റിട്ടേൺ തരും അവർ. ഇങ്ങനെ വനത്തിൻ്റെ നടുക്കിൽ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണേ. ഉണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മൾ കുടജാത്രി മലകൾ കയറുന്നതിന് മുമ്പേ ഉള്ളൊരു ചെറിയൊരു കുളമാണ്, തീർത്ഥക്കുളമാണ്. അതുകൊണ്ട് ഈ വഴി മുകളിലോട്ടാണ്, ഇങ്ങനത്തെയുള്ള വഴികളാണ് മേളിൽ വരെ. ഈ വഴി മുകളിലോട്ടാണ് നമ്മൾ കയറുന്നത്. കണ്ടോ? അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ മലകയറ്റം തന്നെ നമുക്കുണ്ട്. നന്നായിട്ട് നിരങ്ങുന്ന ചരൽ പോലത്തെ മണ്ണാണ് ഇവിടുത്തെ. നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു ആശ്വാസവും നല്ല തണുപ്പും നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ ആണെങ്കിലും. ആ സർവജ്ഞപീഠത്തിൽ അവിടെ ആ ശങ്കരാചാര്യ